അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് എളുപ്പത്തിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലനായിട്ട് ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഹെവി വർക്കൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, എന്താണ് അവർ പറയുന്ന ടാസ്ക് ഒന്നും ചെയ്ത് കാണിക്കുക, അത്രേ ഉള്ളൂ. അത് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് UPI വഴി പെട്ടെന്ന് തന്നെ എന്താണ് ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ ക്യാഷ് വിഡ്രോവൽ ചെയ്യണം എന്നടക്കുന്ന ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വായിച്ചതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ വീഡിയോ കണ്ടാലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ചില്ലർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. CHILLAR ചില്ലർ എന്ന ആപ്ലിക്കേഷനാണ്. ഇത് ഈ ആദ്യം കിടക്കുന്നുണ്ടോ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു അപ്ഡേറ്റ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ഞാൻ പല വീഡിയോയിലും പറയാറുള്ളതാണ്, നമ്മൾ എന്താണ് ആപ്ലിക്കേഷനൊക്കെ പഴയ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ പഴയ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തവരാണെങ്കിൽ ഇപ്പം കണ്ട പുതിയ ഓരോ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പഴയതാണ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആപ്പാണ് എന്നും കരുതി നിങ്ങൾ അത് നമ്മുടെ വീഡിയോ ഇടുമ്പോൾ അത് കാണാതെ പകുതിക്ക് വെച്ച് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അപ്ഡേറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന്. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചതാണ്. കണ്ടോ, ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച ആപ്ലിക്കേഷനാണ്. പക്ഷേ അവരിപ്പം കണ്ടോ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ പുതിയ ഒരു ഫീച്ചേഴ്സും കൂടി അതിൽ ആഡ് ചെയ്തുകൊണ്ടാണ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് പോകാം. ഇൻ്റർഫേസിലേക്ക് പോകുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ Gmail ID വെച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ട് എന്താണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കയറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് Gmail ID വെച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, സൈനപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. അപ്പം നമ്മൾ ഡയറക്റ്റ് വരുമ്പോഴത്തേക്കിനും ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, നമുക്കിവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇതിൽ ഡൗൺലോഡ് ചെയ്യണം. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയാറുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്ന ആപ്ലിക്കേഷൻ മാത്രമേ ഡൗൺലോഡ് ചെയ്യാവുള്ളൂ. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട ആപ്ലിക്കേഷനോ ഒന്നും ഡൗൺലോഡ് ചെയ്യരുത്. അല്ലാത്തതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഒന്ന് പ്ലേ ആൻഡ് വിൻ എന്നുള്ള ആപ്ലിക്കേഷനാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേ ആൻഡ് വിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഗെയിം കളിച്ച് ക്യാഷ് ഏൺ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഗെയിം കളിക്കണം. ഇത്ര ലെവലെന്നൊക്കെ ഉണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്യാം. അപ്പോൾ ആ ലെവൽ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയി കിട്ടത്തുള്ളൂ. ഇപ്പം എല്ലാ ആപ്പിലും നമ്മൾ പറയുന്നതാണ്, ക്യാഷ് അല്ല, നമുക്ക് കോയിൻസ് ആയിട്ടാണ് ക്രെഡിറ്റ് ആവുന്നത്. ഇവിടെ എന്തോ നെറ്റിൻ്റെ സ്ലോ ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ, കംപ്ലീറ്റ് 3 ലെവൽ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേ നമുക്ക് 10 കോയിൻസ് കിട്ടത്തുള്ളൂ. 15 ലെവൽ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ 20 കോയിൻസ്. അങ്ങനെ നമ്മൾ ഏത് പ്ലേ ആണെങ്കിലും അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വന്നിട്ടെന്നുള്ളത് പറഞ്ഞാൽ സർവേ റിവാർഡ്സാണ്. നമുക്ക് ഓരോ സർവേസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോയിൻസ് കിട്ടും. അതും നിങ്ങളെന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാം. അപ്പം സർവീസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കണ്ടോ, 14 മിനിറ്റിൽ കിട്ടുന്ന സർവീസ് ഉണ്ട്, 12 മിനിറ്റിലുള്ള സർവീസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ മതി, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സർവേയിലേക്ക് പോകും. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ സ്പിൻ ആൻഡ് വിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ എന്താണ് കംപ്ലീറ്റ് 1 ടാസ്ക് ടു അൺലോക്ക്. അപ്പോൾ നമ്മൾ സ്പിൻ ചെയ്യണമെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കിത് സ്പിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റ് ആപ്ലിക്കേഷനകത്തൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റും, സ്പിൻ ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷേ ഫ്രീ ആയിട്ട് നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റത്തില്ല. സ്പിൻ ചെയ്യണമെങ്കിൽ നമ്മൾ 10 കോയിൻസ് അങ്ങോട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്ന കോയിൻസിനകത്ത് 10 കോയിൻസ് അവർ കട്ട് ചെയ്യും നമ്മൾ സ്പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതയാണ്.
അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. നമ്മൾ ചാടിക്കയറി സ്പിൻ ചെയ്യരുത്. ഒന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമേ സ്പിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്പിൻ ചെയ്യുമ്പോഴത്തേക്കിനും 10 കോയിൻസ് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം സ്പിൻ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഡെയിലി ബോണസ് കിട്ടും. ജസ്റ്റ് പ്രസ് ചെയ്യുക. 3 ദിവസത്തിന് ഉണ്ട്. ഇനിയിപ്പോൾ 4ാമത്തെ ദിവസമാണ്. ജസ്റ്റ് റിവാർഡ് കൊടുക്കുക. ക്ലെയിം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ആഡ് ആയിട്ടുണ്ട്. 17.79 കോയിൻസ് ആയിട്ടുണ്ട്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ വിഡ്രോവലാണ്. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുക. റെഡീം നൗ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ ചെയ്ത് കിട്ടിയ ക്യാഷുകളാണ്. ക്യാഷല്ല, കോയിൻസ് ആട്ടോ. റെഡീം നൗ കൊടുക്കുക. അപ്പം അതിന് ഓപ്ഷൻ വരും. UPI വഴി നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇതുണ്ട് 50 കോയിൻസ് എന്ന് പറയുന്നത് 5 രൂപയാണ്. 300 കോയിൻസ് എന്ന് പറയുന്നത് 30 രൂപയാണ്. അപ്പം നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇതെല്ലാം പോയിൻ്റ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് മാത്രമേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആകാവുള്ളൂ. ഇത് നിങ്ങൾക്ക് 100% ജെനുവിനാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റായി കിട്ടുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കിടലായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തുകൊണ്ട് ക്യാഷ് ചെയ്യാൻ പറ്റും. ഇൻവൈറ്റ് ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യുക. കംപ്ലീറ്റ് 3 ഓഫേഴ്സ് 3 ഓഫേഴ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ 100% അല്ല 50% നിങ്ങൾക്ക് ഏൺ കിട്ടുന്നതാണ്. ഫ്രണ്ട്സ് ഇപ്പോൾ ക്യാഷ് ഏൺ ചെയ്തിട്ട് വിഡ്രോവൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഇതാണ് നിങ്ങളുടെ റെഫറൽ കോഡായിട്ട് അവർ പറയുന്നത്. ഇവിടെ കണ്ട ഈ 98 എന്ന് നടക്കുന്ന ഈ സംഭവം, ഇതാണ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ കോഡായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് Gmail ID കൊടുത്ത് എൻ്റർ ആകുമ്പോൾ അവർ റെഫറൽ കോഡ് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ പറയണം ഈ കോഡും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പം നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് കിട്ടും, അവർക്ക് ബോണസ് പോയിൻ്റ് കിട്ടും. അപ്പം ഇത്രയും രീതിയിൽ നമുക്കിതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കിടലായിട്ടൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.